എന്നെ രക്ഷിച്ച്. എനിക്ക് ഇത്രയും വലിയ ശിക്ഷ തന്ന നിനക്ക് ഞാൻ മരിക്കുന്നുണ്ട്. എന്താ കുഴപ്പം? നിനക്ക് എന്നെ വേദനിപ്പിച്ച് മതിയായില്ലേ? ഒരു കുപ്പി വിഷം മുഴുവൻ കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ജീവനോട് നിൽക്കുന്ന. പാറു, എന്തു പറ്റി? നീ ഇപ്പൊ ഓക്കെ അല്ലേ? തല കറങ്ങുന്നുണ്ടോ? ഇല്ല. എന്നാ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? ആരാന്ന് പറ. ആയിഷ, അപ്പൊ നീ എന്റെ ശബ്ദം മറന്നിട്ടില്ലല്ലേ? മീരയും ജെനിഫറും എന്നെ എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. നിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോ പോലും നീ ഫോൺ എടുക്കാറില്ല. ഇവിടെ ഇല്ലായിരുന്നെങ്കിലും നിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിയാറുണ്ടായിരുന്നു. ഇപ്പൊ നിന്റെ ആരോഗ്യം ഓക്കെ ആയില്ലേ? ഇതെന്താ എന്നെ കണ്ടപ്പോഴേക്കും ഇവൾ ഇത്ര ഇമോഷണൽ ആയോ? ഇവൾക്ക് അറിയുന്നത് നിന്നെ കണ്ടതിന്റെ ആശ്വാസം കൊണ്ട് മാത്രമല്ല, പിന്നെ ഇന്ന് പ്ലാൻ ചെയ്തതൊന്നും നടക്കാതെ പോയതിന്റെ വിഷമം ഉണ്ടാവും അല്ലേ? നീ എന്താ ഈ പറയുന്നേ? നീ എന്താ ഇന്ന് പ്ലാൻ ചെയ്തേ? അവള് ചോദിക്കുന്നത് കേട്ടില്ലേ? ഉത്തരം പറ പാറു. നീ ഇത്രയും നേരം കൃഷ്ണനോട് അതിനെ കുറിച്ചുള്ള പരാതിയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? നീ എന്താ കൃഷ്ണനോട് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ഞാൻ പറയട്ടെ. ഈശ്വര, ഞാൻ ആത്മഹത്യ ചെയ്യാൻ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടും നീ എന്തിനാ കൃഷ്ണ എന്നെ രക്ഷിച്ചത് എന്നല്ലേ? നീ എന്തൊക്കെ അനാവശ്യമായി പറയുന്നേ? പാറു എന്തിനാ ആത്മഹത്യ ചെയ്യുന്നേ? അത് നീ ചോദിക്കേണ്ടത് ഇവളോടാ. നീ വെറുതെ ഓരോന്ന് പറയല്ലേ. ഇവളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നവും ഇപ്പൊ തീർന്നുകൊണ്ടിരിക്കുകയല്ലേ? ലക്ഷ്മി ചേച്ചിയുടെ കല്യാണം ഇപ്പൊ നടക്കാൻ പോവാ. പ്രിയനും ഇവളും തമ്മിലുള്ള ഇഷ്ടം കൈലാഷ് സാർ അംഗീകരിച്ചു കഴിഞ്ഞു. വൈകാതെ ഇവളുടെ വീട്ടുകാരും പ്രിയനെ സ്വീകരിക്കും. ഈ അവസ്ഥയിൽ ഇവൾ എന്തിനാ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നേ? നീ എന്താ ഇത് കേട്ടിട്ട് ഒന്നും പറയാത്തെ? നിനക്കെന്തോ തെറ്റിദ്ധാരണ സംഭവിച്ചതാ. ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടൊന്നുമില്ല. മീരെ, നീ എന്തിനാ ഇവളെ അടിച്ചേ? പിന്നെ ആത്മഹത്യക്ക് ശ്രമിച്ചതിന് ഞാൻ ഇവൾക്ക് അവാർഡ് കൊടുക്കണോ? നീ ഒന്ന് നിർത്തുന്നുണ്ടോ? വെറുതെ ഈ പാവത്തിനെ കൂടുതൽ കരയിപ്പിക്കരുത്. ജെനിഫർ ഇല്ലായിരുന്നെങ്കിലേ ഇവളുടെ സ്ഥാനത്ത് കരയുന്നത് നമ്മളായനെ. നീ എന്താ ഈ ഉദ്ദേശിക്കുന്നേ? വിഷം കഴിച്ചിട്ടും നീ എങ്ങനെയാ ജീവനോടെ ഇരിക്കുന്നെന്ന് നിനക്കറിയാവോ? പാറു, എന്താ അമ്മേ? ഇങ്ങോട്ട് വന്നേ. നീ എന്തിനാ അവിടെ ഇരിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ.
നീ ഒന്ന് പിടിച്ചേ. എന്റെ ചെരുപ്പിൽ മണല് കയറി. ഞാൻ നോക്കട്ടെ. എന്താ? എന്താ നോക്കി നിൽക്കുന്നേ? കഴിക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചേ. അമ്മയും കഴിക്കും. ഞങ്ങൾ കഴിച്ച് തീരാറായി. ഇതേ ഇവള് ഐസ്ക്രീമിൽ വിഷം കലർത്തുന്നത് ജെനിഫർ കണ്ടില്ലായിരുന്നെങ്കിൽ ഇവളുടെ കഥ അവിടെ വെച്ച് തന്നെ കഴിഞ്ഞേനെ. അതാ ഞാൻ പറഞ്ഞത്, ഇവളുടെ സ്ഥാനത്ത് നമ്മളൊരു കൂട്ടുകാരി നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ ഇപ്പൊ കരഞ്ഞേനെ. എന്നിട്ട് ജെനി എവിടെ? ശിവൻ അവളുടെ വീട്ടുകാർ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചെന്ന് ഒരു വിവരം കിട്ടിയപ്പോ അവൾക്ക് പോവേണ്ടി വന്നു. ഇവള് വീണ്ടും ആത്മഹത്യക്ക് ശ്രമിക്കുമെന്ന് പേടിച്ച് എന്നോട് അവളെ എല്ലാം പറഞ്ഞു. ഇവള് പറഞ്ഞത് ശരിയാണോ? ചുമ്മാ നിന്ന് കരയാതെ സത്യം പറ. ഇങ്ങനെ മുഖം തിരിച്ചതുകൊണ്ട് സത്യം ഒളിക്കാൻ പറ്റില്ല പാറു. ഇനി പറ, നീ ആത്മഹത്യക്ക് ശ്രമിച്ചോ? ശ്രമിച്ചു. ജെനി പറഞ്ഞതെല്ലാം ശരിയാ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ താഴെ പായ വിരിച്ച് കിടക്കുന്നതിനെ കുറിച്ചാ. ഇന്നലെ രാത്രി നീ ഞങ്ങളോട് സ്നേഹത്തോടെ സംസാരിച്ചതും ഒരുമിച്ച് ഉറങ്ങണമെന്ന് പറഞ്ഞതുമെല്ലാം ഇതിനായിരുന്നു അല്ലേ? എല്ലാം അവസാനിക്കുന്നതിന് മുമ്പ് എല്ലാവരുടെയും കൂടെ സന്തോഷമായി സമയം ചെലവഴിക്കണമെന്ന് നിനക്ക് തോന്നിയല്ലേ? ഒരു ഫെയർവെൽ പാർട്ടി പോലെ അല്ലേ? നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മിസ് ചെയ്ത് കളഞ്ഞു. ഞങ്ങളത് ഇവളുടെ സ്നേഹമാണെന്ന് കരുതി.